വെച്ചാൽ കിച്ചണിൽ വെച്ചിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഇഫ്താർ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോ 7:25 ഇവിടെ അതായത് ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഞങ്ങളൊരു 6:30 ആകുമ്പോൾ ഇവിടെ സ്റ്റേഷൻ സ്ക്വയർ അടുത്തുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ അപ്പുറത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കട്ടെ. നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് സുന്ദരികളായിട്ട് വേഗം വരാട്ടോ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് നല്ല സുന്ദരിമണികളായിട്ടുണ്ട്. അപ്പൊ ഒരു ഇഫ്താർ വൈബ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങള് ഒരു ജഗജഗ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ റെഡിയായി ഇനി തന്നെ ഇറങ്ങണം. ഒരു 5 മിനിറ്റ് ഉള്ളിൽ തന്നെ ഇറങ്ങണം. അവിടെ നിന്ന് ഒരു 35 മിനിറ്റ്സ് ഉണ്ട് ബസ്സില്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഞങ്ങൾ തീരെ തണുക്കുന്നില്ല. ആരും വന്നിട്ടില്ല. അവിടെ 7:20 7:25 വാങ്ങി കൊടുക്കുക. പക്ഷെ ആരും വന്നിട്ടില്ല. 7:20. വീട്ടിൽ പോവല്ലേ? ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് അപ്പൊ ഞാൻ ആദ്യം ഫിനിഷ് അടിച്ചിട്ട് അവർക്ക് ഇപ്പോഴെത്തുന്ന എനിക്ക് തോന്നിട്ട്. ഗൈസ്, ദേ നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഹായ് സമയം നോക്കി കഴിഞ്ഞിരിക്കുന്നു. അശി, എന്താ അശ്വിനി നേരം വൈകിയത്? നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി ലേറ്റ് ആയിപ്പോയി. ഹായ് ഹായ്, എപ്പോ എത്തി?
അപ്പോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അഭിജിത്ത്. അഭിജിത്ത്, എന്താണ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആയിഷന്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, പിന്നെ കുക്കീസ് ഉണ്ട്. ഇത്രയൊക്കെ ഞങ്ങളുണ്ട്. അതെ, അപ്പൊ ഞങ്ങളുടെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഇഫ്താർ പാർട്ടി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ ഇഫ്താർ പാർട്ടി? അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.